നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അവിടെ സുഖമാണ് എല്ലാവർക്കും എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ലക്ഷ്മി വിമൽ ഫ്രം ലക്ഷ്മീസ് ഫുഡ് കോർട്ട്. ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഒരു വിഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്വീറ്റാണ്, ഡെസേർട്ടാണ്. എൻ്റെ ക്യാരറ്റ് ഹൽവ എല്ലാവരും കണ്ടില്ലേ? ചെറിയ വ്യത്യാസങ്ങളൊക്കെ ആയിട്ട് ഞാനൊരു ലോക്കിക്ക ഹൽവ കൊണ്ടുവന്നിട്ടുണ്ട്. ലോക്കിക്ക ഹൽവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചുരക്കയില്ലേ, സെയിം സാധനമാണ്. കുമ്പളങ്ങയുടെയൊക്കെ ഒരു വെറൈറ്റി ചുരക്ക ഉണ്ട്. നമുക്കൊരു ഹൽവ ഉണ്ടാക്കാം. കുമ്പളങ്ങ ഹൽവ അല്ല കേട്ടോ, ചെറിയ വ്യത്യാസമുണ്ട്. ഇത് ചുരക്കയുടെ ഹൽവ. ഞാൻ അതിനകത്ത് കുറച്ച് കളറൊക്കെ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ കളർ ചേർക്കാതെ ഉണ്ടാക്കാം. നമുക്ക് ചുരക്കയുടെ ഹൽവ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നോർത്തിലെ പെർഫെക്റ്റ് റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അതിൽ ഞാൻ പറയുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, ഇതാണ് ലോക്കി അല്ലെങ്കിൽ ചുരക്ക. ഞങ്ങൾ ഗുജറാത്തിലുണ്ടായിരുന്നപ്പോൾ കുറേ നാൾ ഉണ്ടാക്കാറുണ്ടായിരുന്ന സാധനമാണ്. സംഭവം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മളിതിൻ്റെ സ്കിന്ന് മൊത്തം ഇങ്ങനെ പീൽ ചെയ്യണം, ഇതുപോലെ ചുറ്റുഭാഗത്തും. ഇനി ഇതിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ 2-3 പീസായിട്ട് കട്ട് ചെയ്യണം. ഇങ്ങനെ ചെയ്യാം. ഇനി ഇതെടുത്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ചീകി കൊടുക്കുക. എന്നിട്ട് ഈ സീഡ്സിൻ്റെ അവിടെ എത്താറാവുന്ന സ്ഥലമാകുമ്പോൾ തിരിച്ചു പിടിക്കുക. അങ്ങനെ ഇത് മൊത്തം ചെറിയെടുക്കുക. എന്താ സീഡ്സ് ഉള്ള ഭാഗത്തുമ്പോൾ കളയുക. ഇതിൻ്റെ ഈ ചുറ്റുമുള്ളത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഇതിലിപ്പം 3 കപ്പ് ലോക്കി ഉണ്ട്. ലോക്കി എന്ന് വെച്ചാൽ നമ്മുടെ ചുരക്ക. ഞാൻ അവിടെ പറഞ്ഞ് ശീലിച്ചിട്ട് അങ്ങനെ പറയണേ. 3 കപ്പ് ചുരക്കയുണ്ട്. ഇതുപോലെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്താണ്. ചെറുതായിട്ട് വേണം ഗ്രേറ്റ് ചെയ്യാൻ, ആ വലിയ ഇതിലിട്ട് ചെയ്യരുത്. ഇതിലേക്ക് ഞാനൊരു 1 കപ്പ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. സെയിം കപ്പിന് 1 കപ്പ് ഷുഗർ. അതായത് ഇതിന് തന്നെ 3 കപ്പ് ലോക്കി ഉണ്ടായിരുന്നു, 1 കപ്പ് ഷുഗർ, 1 കപ്പ് മിൽക്ക്. ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 4 വിസിലാവുന്ന വരെ വേവിച്ചെടുക്കുക. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ട് ആദ്യം പഞ്ചസാര മെൽട്ടാവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ ക്യാരറ്റ് ഹൽവയുടെ സെയിം റെസിപ്പി തന്നെയാണ്, ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് ഞാൻ കാണിക്കാം. പഞ്ചസാര ഒന്ന് നന്നായിട്ട് മെൽട്ടായി തുടങ്ങി, ആ പാലൊക്കെ ഒന്ന് ചൂടായി തുടങ്ങിയാൽ നമുക്ക് കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടച്ച് 4 വിസിലടിച്ച് വേവിപ്പിക്കാം. ഇത്ര ആയാൽ മതി. ഇപ്പോൾ പാലിനൊക്കെ ചൂട് വന്നിട്ടുണ്ട്, അതിൽ പഞ്ചസാരയൊക്കെ മെൽട്ടായിട്ടുണ്ട്. ഇതുണ്ടോ, തിളച്ച് തുടങ്ങുന്നുണ്ട് ഇവിടെയൊക്കെ. ഇനി നമുക്ക് ആ കുക്കറിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുത്ത് ഒരു 4 വിസിലടുപ്പിക്കാം. കുക്കറിൽ അത് വെച്ചിട്ടുണ്ട് അപ്പുറത്തെ അടുപ്പിൽ. അത് കുക്കാവണ സമയം കൊണ്ട് നമുക്ക് ഇപ്പുറത്തൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ആ നെയ്യ് നന്നായിട്ട് മെൽട്ടായിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് കിസ്മിസ്, കാഷ്നട്ട്, ബദാം വറുത്ത് കോരാം. അതിൽ കുറച്ച് പൊടികളും കരികളും കിടക്കുന്നുണ്ട്, അത് കുഴപ്പമില്ല. അതിലേക്ക് സിമ്മാക്കി വെച്ചിട്ട് വേണം ഒഴിക്കാൻ. 1/2 കപ്പ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. നോർത്തിലൊക്കെ അവർ മാവ അല്ലെങ്കിൽ ഖോയ ഉണ്ടാക്കും. അത് ശരിക്കും മിൽക്കിൻ്റെ മാത്രം ഇതിലുണ്ടാക്കുന്ന പ്രോസസ്സാണ്. അത് വളരെ ലോങ് പ്രോസസ്സാണ്. ഞാൻ ഇൻസ്റ്റൻറ്റ് ഖോയ റെസിപ്പിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇത് നല്ലപോലെ ഒന്ന് ചൂടായി വരട്ടെ. ഈ പാല് നന്നായിട്ട് ചൂടായി തുടങ്ങി. നമുക്കിതിലേക്ക് 1 കപ്പ് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കുക. ശരിക്കും ഖോയ ചെയ്യുന്നത് മിൽക്ക് പൗഡറിലല്ല കേട്ടോ. ലംസ് ഇല്ലാതെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇത് സ്ലോ ഫ്ലെയിമിൽ തന്നെ ആദ്യം കിടക്കട്ടെ. ലംസ് എല്ലാം പോയിന്ന് നമുക്ക് ഉറപ്പായി കഴിഞ്ഞാൽ മാത്രമേ ഫ്ലെയിം കൂട്ടാൻ പാടുള്ളൂ. ഇപ്പം നമ്മുടെ ലംസൊക്കെ ഉടഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ ഫ്ലെയിം ഹൈ ആക്കി വയ്ക്കുക. ഇനി ഹൈ ഫ്ലെയിമിൽ ഇത് തിക്കാവണ വരെ ഇങ്ങനെ ചെയ്തെടുക്കുക. കരിയാതെ നോക്കണം എവിടെയും. പണ്ടത്തെ കാലത്ത് ആളുകൾ ഇത് മെനക്കെട്ടിരുന്ന് പാല് വറ്റിച്ചെടുത്താൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ ഇതൊക്കെ എളുപ്പപ്പണിയിലാക്കി.
കണ്ടോ? ഇപ്പോൾ ഇത് ഏകദേശം കട്ടിയായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് മീഡിയമിലേക്ക് ആക്കുക. ഹൈ ഫ്ലെയിമിൽ ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാവും. ഫസ്റ്റ് ആ നെയ്യ് നമ്മുടെ ബാക്കി ഉണ്ടായിരുന്നല്ലോ, നട്ട്സൊക്കെ വറുത്തതിൻ്റെ. ഈ നട്ട്സൊന്നും ഇടാതെയാണ് ഉണ്ടാക്കാനെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ പക്ഷേ ഒരു സ്പൂൺ നെയ്യ് ചേർത്തിട്ട് മാത്രമേ ഈ ഖോയ ഉണ്ടാക്കാൻ പാടുള്ളൂ. ഖോയ റെസിപ്പിയിൽ ഒരു സ്പൂൺ നെയ്യ് ചേർത്തിട്ട് അതിലേക്കാണ് ഇതൊക്കെ ചെയ്യുന്നത്. നമ്മുടെ ഖോയ റെഡി ആയിട്ടുണ്ട്. ഇത് 4 വിസിലായപ്പോൾ ഞാൻ ഓഫ് ചെയ്തു. കുക്കർ ഓപ്പൺ ചെയ്തപ്പോൾ ഇതാണ് കണ്ടീഷൻ. വേറൊരു പാൻ വെച്ച് തീ കത്തിക്കുക. എന്നിട്ട് ഈ ലോക്കി വെന്തത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിലുള്ള വെള്ളമൊക്കെ അതിൽ തന്നെ ഇരിക്കട്ടെ കേട്ടോ. അത് മിൽക്കിൻ്റെയൊക്കെ കണ്ടൻ്റ് ഉണ്ട്. അത് ഒഴിച്ച് കളഞ്ഞിട്ട് വേവിക്കാൻ നിൽക്കരുത്. ഇനി ഇതിൽ വെള്ളത്തിൻ്റെ അളവൊന്ന് കുറയണ വരെ ഹൈ ഫ്ലെയിമിലിട്ടതൊന്ന് ഇവാപ്പറേറ്റ് ആയിട്ട് പോട്ടെ വെള്ളം മുഴുവൻ. അതിന് വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് നമുക്ക് ഒരു 4-5 മിനിറ്റ് അത് വേവാനിടണം. കണ്ടോ? ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോഴും അതിൽ കുറേയും കൂടെ വെള്ളമുണ്ട്. ക്യാരറ്റ് പോലെയല്ല ലോക്കി. ലോക്കി കുറച്ചുകൂടെ സമയം എടുക്കുകയും ചെയ്യും. രണ്ടാമത്തെ കേസ് ലോക്കിയിലെ വെള്ളത്തിൻ്റെ അളവൊക്കെ കൂടുതലായിരിക്കും. കുമ്പളങ്ങ പോലത്തെ സാധനമല്ലേ, മൊത്തം വെള്ളമാണ്. കണ്ടോ? അപ്പം അത് നല്ലപോലെ വറ്റട്ടെ. അതിൻ്റെ ഇടയ്ക്ക് 5 മിനിറ്റിലേക്ക് ഒരു പ്രാവശ്യം ഇളക്കി കൊടുത്താൽ മതി. വെള്ളം നല്ലപോലെ വറ്റി തുടങ്ങിയാൽ മാത്രം 2 മിനിറ്റിൻ്റെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കാനൊക്കെ തുടങ്ങിയാൽ മതി. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കേണ്ട സമയം എന്തായാലും ആയിട്ടില്ല. ഇത് കണ്ടോ? ഇപ്പം ആ വെള്ളത്തിൻ്റെ അംശം നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട് ഇതിൽ. കണ്ടോ? വെള്ളത്തിൻ്റെ അളവ് ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. ഇതൊക്കെ ഞാൻ 5 മിനിറ്റിലൊരിക്കൽ മാത്രമാണ് വന്ന് ചെക്ക് ചെയ്യണത്. മൊത്തത്തിൽ 5ഉം 2ഉം 7 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്തതാണ്. കാരണം കരിഞ്ഞു പോകരുതല്ലോ, നമ്മൾ വിട്ടിട്ട് പോകരുത്. എന്നാലും സുഖമായിട്ട് നമുക്ക് വേറെ പണികളൊക്കെ ചെയ്യാം ഇടയിൽ കൂടെ. കാരണം കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് ഇളക്കേണ്ടി വരുന്നില്ല. ഇനി ഇത്രയും വെള്ളമുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കൂടെ വേണ്ടി വരുമായിരിക്കും. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കൂടി ആയിട്ടുണ്ട്. ഈ ഒരു അളവായാൽ മതി നമുക്കിപ്പോൾ തൽക്കാലം. കണ്ടോ? വെള്ളം ഒട്ടും തന്നെ വരുന്നില്ല. കറക്റ്റായിട്ട് 5 + 2 + 2 9 മിനിറ്റ് ഇതിങ്ങനെ തന്നെ കിടന്ന് ഡ്രൈ ആവാൻ ഇട്ട് കൊടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒട്ടും ഇളക്കിയിട്ടില്ല കേട്ടോ. ആ വീഡിയോ കാണിക്കുന്ന സമയത്ത് മാത്രമേ ഇളക്കിയിട്ടുള്ളൂ. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മളുടെ ഖോയ ചേർത്ത് കൊടുക്കണം. ഇത് കണ്ടോ? ഇത്രയേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഞാനൊരു അല്പം കളർ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. കാരണം കളർ നിർബന്ധമൊന്നുമില്ല. എനിക്ക് വീഡിയോ എടുക്കാനും ഫോട്ടോയ്ക്കൊക്കെ വേണ്ടിയിട്ടാണ്. ഖോയ ചേർത്ത് കൊടുത്ത് അല്ലെങ്കിൽ മാവ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് വിടാൻ പാടില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണം. പിന്നെ അത് ഇട്ടിട്ട് പോകാൻ പാടില്ല. അതുപോലെ എവിടെയും ക്ലോട്ട് ആവാതെ അല്ലെങ്കിൽ ലംസ് ഫോം ചെയ്യാതെ വൃത്തിയായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഇത് സിമ്മാക്കിക്കൊള്ളൂ കേട്ടോ ഗ്യാസ്. ഫുഡ് കളർ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഞാൻ ആ ഒരു ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള ഒരു അപ്പിയറൻസിന് വേണ്ടി ചേർത്താണ്. ഒരു നിർബന്ധമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് കേവര വാട്ടർ ഒഴിച്ചു കൊടുക്കണം. കേവര വാട്ടർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. ഇതാണ് സാധനം. ഇതൊരു ചെടിയിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. ആ ചെടിയുടെ പേരും എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാ. നോർത്തിലൊക്കെ കേവര വാട്ടർ ഫേമസ് ആണ്. ഇവിടുത്തെ കാര്യം എനിക്കും വലിയ ഐഡിയ ഇല്ല. ഇതിന് പകരം നിങ്ങൾക്ക് റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. ഇതില്ലെങ്കിൽ ഇത് രണ്ടും അല്ലെങ്കിൽ ഏലക്കായുടെ പൊടി ചേർത്താലും മതി കേട്ടോ. പക്ഷേ ഇതിൻ്റെ പെർഫെക്റ്റ് റെസിപ്പി കേവര വാട്ടറാണ്. അതിൻ്റെ പെർഫെക്റ്റ് ആ ഒരു ഫ്രാഗ്രൻസ് നമുക്ക് കിട്ടുന്നത്. നോർത്തിലൊക്കെ നമ്മൾ ഹോട്ടലിലൊക്കെ പോയി കഴിച്ചറിയാം. പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു മണം വരുന്നത് ഇതിൽ നിന്നാണ്. ഒരുപാടൊന്നും ചേർക്കണ്ട കേട്ടോ. 1 ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതി. ഇനി ഇതിൻ്റെ അകത്ത് എത്രമാത്രം വെള്ളത്തിൻ്റെ അംശം ഉണ്ടോ അത് മൊത്തം വറ്റിച്ചെടുക്കണം. നമ്മൾ ഗാജർക്ക ഹൽവ ചെയ്ത പോലെ, അതായത് പാനിൽ നിന്ന് വിട്ട് വരുന്നവരെ കുക്ക് ചെയ്യണം. അപ്പോഴത്തേക്കും ഇതിലുള്ള എല്ലാ സാധനങ്ങളും വൃത്തിയായിട്ട് മിക്സ് ആയിക്കോളും. അത്രയേ ഉള്ളൂ. ഇതിലെ വെള്ളമൊന്നും വറ്റാതെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കേട് വരും കേട്ടോ. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ കേട് വരുന്നുള്ള അവസ്ഥയാവും. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വെള്ളമൊക്കെ മൊത്തം വറ്റിക്കണം എന്ന് പറയുന്നത്. അതിൻ്റെ യഥാർത്ഥത്തിൽ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്താലേ കിട്ടുള്ളൂ.
പിന്നെ ഇതിനൊരു കാര്യം ഞാൻ പറയാം, പെർഫെക്റ്റ് ആയിട്ട് നല്ലൊരു ടേസ്റ്റുള്ളൊരു ഡിഷായിരിക്കും. എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. ലോക്കിയുടെ ടേസ്റ്റൊന്നും വരാറില്ല, നല്ലൊരു ഫ്രാഗ്രൻസും ടേസ്റ്റുമാണ്. ഇത് കണ്ടോ, അത് ഇളകി പാനിൽ നിന്നൊക്കെ വിട്ടു വന്നു തുടങ്ങി. എവിടെയും തന്നെ ഒരു തുള്ളി തങ്ങി നിൽക്കാതെ നമ്മുടെ ക്യാരറ്റ് കാണിച്ച പോലെ തന്നെ ഈ ഒരു പരുവം. ഇതാണ് കറക്റ്റ് അതിൻ്റെ പാകം. നമ്മുടെ ലോക്കിക്ക ഹൽവ അല്ലെങ്കിൽ ചുരക്ക കൊണ്ടുണ്ടാക്കിയ ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സൊക്കെ കൊടുത്ത് ഗാർണിഷ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഞാൻ. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടില്ലേ? റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. എന്തായാലും അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യാം. താങ്ക് യു.